Hello guys, this is going to be my first YouTube video. My name is Sandra. എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഞാനൊരു റൂം ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടിരുന്നപ്പോൾ ഐ ജസ്റ്റ് ഫൗണ്ട് ഒരു സംഭവം ഫൗണ്ട് ചെയ്ത് എൻ്റെ മനസ്സിലൊരു വിഷൻ ബോർഡ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാർഡ് ബോർഡ് ഇല്ല. ആ ഒരു കാരണം കൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് നാളുകൊണ്ട് പ്രിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അത് ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. വിഷൻ ബോഡീസ് നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതും ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് ഫണ്ണി ആയിട്ട് പോവാം. പക്ഷേ ഇതിന് മുന്നേ വേറെ വീഡിയോ ഇട്ടിരിക്കുക തന്നെ ഇടാനുള്ളതായിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് എ വിഷൻ ബോർഡ്? വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ബ്ലാങ്ക് സാധനം, ഒരു ഷീറ്റാണ്. നമ്മൾക്കിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പോവാണ്. ഫോർ വാട്ട്? ജസ്റ്റ് ഫോട്ടോ നോക്കാനല്ലല്ലോ. ദീസ് ആർ ദ ഗോൾസ്. നമ്മൾ ഈ വർഷം ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വിഷൻ ബോർഡ്. ഓക്കെ, ചിലപ്പം ഇതിൽ ചില കാര്യങ്ങൾ നടക്കാതിരിക്കാം, ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് വിഷൻ ബോർഡ്. ഫസ്റ്റ് ഓരോ പ്രിൻ്റായിട്ട് എടുത്ത് 1 2 3 4 പ്രിൻ്റായിട്ട് എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. സിസേഴ്സും ഗമ്മും മാത്രം മതി. ഐ എം 23 years old, going to be 24 in March, this coming March. ഇന്ന് January 29th. എനിക്ക് ഓഫീസിൽ ഓഫാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ പണി, അതിനുശേഷം റെസ്റ്റായിരുന്നു. പിന്നെ രാത്രി ഫുള്ള് പണി. അപ്പോഴാണ് ഈ ഒരു റൂം ക്ലീനിങ്ങിൻ്റെ സംഭവമാണ്. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ഞാൻ ഇതിൻ്റെ പുറകെ തിരിഞ്ഞ് നോക്കിയില്ല. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാം. വേറെ ഐ എം ഫ്രം ട്രിവാൻഡ്രം ആണ് ഞാൻ ഉള്ളത്. സ്റ്റാർട്ട്. സൈസൊക്കെ ഏത് സൈസാണെന്നാണ് അറിയാത്ത. എല്ലാം ഒരു സൈസ് അല്ലാതെ തന്നെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കസിനാണ്. എൻ്റെ കസിൻ ഈസ് വർക്കിംഗ് ഇൻ സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, ചേട്ടാ 2 പ്രിൻ്റ് ഒന്നും പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞാൻ ഒരു ദിവസം ഇരുന്ന് ഇത് ഫുള്ള് സേവ് ചെയ്ത് അയച്ചു കൊടുത്തേണ്. ഇപ്പം ചെയ്യാനായിട്ട് അയച്ചു കൊടുത്ത് 1-2 ആഴ്ച ആയിക്കാണ്. ഒന്ന് പ്രിൻ്റ് പക്ഷെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടി വലുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടി വലുതാക്കി കട്ട് ചെയ്തെടുക്കാം. രാത്രി 10 മണിയാവാറായി. ഇനി ഫുഡ് കഴിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ. ഇനി നെക്സ്റ്റ് വീക്കിലേ ഉള്ളൂ ഒരു ഹോളിഡേ വരുന്നത്. ഫുള്ള് ബിസി ആയിരിക്കും. ഇന്ന് മാത്രമേ ഇങ്ങനെ മെനക്കെട്ട് ഇതിൻ്റെ പിറകെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഭയങ്കര ലാഗായിട്ടിരിക്കേണ്ടി വരും. വിഷൻ ബോർഡ് വിഷൻ ബോർഡ് 2024 ഡിസംബർ ആയപ്പോൾ തൊട്ട് കണ്ട സാധനമാണ് വിഷൻ ബോർഡ്. ഞാൻ എപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വിഷൻ ബോർഡ്. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് വിഷൻ. ഓക്കെ, വിഷൻ ബോർഡ് എന്ത് ചെയ്യണം? അപ്പം പിന്നെ ഞാൻ കുറേ തപ്പിയപ്പോഴത്തേക്കാണ് റിത തരണ എടുത്തിട്ടേക്കുന്നു കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡ്. അപ്പം ഇത് ഇങ്ങനെ കാണിച്ചു തന്നു. മനസ്സിലായി. നമുക്ക് നമ്മുടെ ഗോൾസാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് റാൻഡം വീഡിയോസ്. ഓൾവേസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി എല്ലാം ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ഓരോരോ ഇതൊക്കെ ഇട്ടിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതേപോലെ ഞാൻ ഒരു +2 അല്ലല്ലോ,
എനിക്ക് ഫോൺ കിട്ടിയത് കൊറോണ സമയത്താണ്. കൊറോണ തൊട്ട് ഞാൻ തുടങ്ങിയ വ്ളോഗിങ്ങാണ്. കൊറോണ തൊട്ട് ഞാനൊരു എൻ്റെ വീടിൻ്റെ താഴെ ഒരു സ്ഥലം ഒരാളുടെ ഒരു റിലേറ്റീവിനെ കാണാനായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോയി. അപ്പോൾ ഒരു നല്ല സൂപ്പർ ഒരു സ്ഥലത്തേക്കാണ് പോയത്, ഒരു കാട് പ്രദേശം. അതാണ് എൻ്റെ അതായിരുന്നു ഫസ്റ്റ് എൻ്റെ വ്ളോഗ്. ഞാൻ ഇങ്ങനെ ഹലോ ഗായ്സ്, ഈ കാടും മലയും സൂപ്പർ ഒരു ഭയങ്കര ഒരു വൈബ് പ്ലേസ് ആയിരുന്നു അത്. വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ഇടാനുള്ളൊരു ഗഡ്സ് ഇല്ലായിരുന്നു. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇടുന്നു. ഇതൊരു നല്ല പരിപാടി ആണ്. പിന്നെ ഐ ഹാവ് എ സിസ്റ്റർ ആൻഡ് ഐ ഡു ഹാവ് എ ബ്രദർ. My sister is practicing for her annual day function. ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ വർക്കിന് പോയിരിക്കുകയാണ്. ചേട്ടൻ വരാൻ ടൈം ആവുന്നേ ഉള്ളൂ. എൻ്റെ വർക്ക് ഈവനിങ്ങോടുകൂടി കഴിഞ്ഞാലൊരു 5:30 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീടെത്തും. ഞാൻ എൻ്റെ വീട്ടിൽ പിന്നെ അടുത്തല്ല ബസ് കയറി പോകണം. ഒരു 30 മിനിറ്റ്സ് എവേ ഉള്ളൂ എൻ്റെ വർക്ക് പ്ലേസിലോട്ട് പോകാനായിട്ട്. വർക്ക് പ്ലേസ് ഞാൻ വലിയ വിചാരിച്ചാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. എന്നിട്ട് എൻ്റെ വർക്ക് പ്ലേസിലോട്ട് പോകുന്ന രീതിയിൽ ഒരു വ്ളോഗ് ചെയ്യണം. എൻ്റെ വർക്ക് പ്ലേസ് പോകുന്നത് അടിപൊളിയാണ്. നല്ല രസമാണ്. അവിടുത്തെ ആളുകൾ നമ്മൾ മറ്റേ പുരോഗമനം ഇല്ലാത്തൊരു ഏരിയയിലോട്ട് പോകുമ്പോൾ എല്ലാവരും അല്ല ചിലർ പ്രത്യേകിച്ച് കുറച്ച് ആളുകൾ. പിന്നെ വിചാരിക്കും എടുത്തൊക്കെ ക്യാമറ ഓണാക്കിയിട്ട് എന്താണെന്ന് ചോദിക്കാമെന്ന്. ഫണി കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ഇരിക്കും. ഫണി ഐ തിങ്ക്. ഇനി ചെറുതായിട്ട് വിശന്ന് തുടങ്ങി, പക്ഷെ കഴിച്ചിട്ടത് ചെയ്യാമെന്ന് വെച്ചാൽ അരക്കില്ല. സെക്കൻഡ് ഷീറ്റിലോട്ട് കയറി. സെക്കൻഡ് ഷീറ്റ് എല്ലാം ഒരേ സൈസാണ്. ഇതിങ്ങനെ ഓരോന്നായിട്ട് കുറേ നാളായി ഇങ്ങനെ പേപ്പറൊക്കെ വെട്ടിയിട്ട്. ഈ വർഷം കുറച്ചധികം ഗോൾസ് ഉണ്ട്, കുറച്ചധികം ബാധ്യതകളുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്യുന്നല്ല, ബട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പം ഇതാണ്. അഥവാ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2024 ഡിസംബറിൽ നമ്മളിതിൽ നോക്കുമ്പോഴത്തേക്കും അത് ചെയ്തില്ലേ ചെയ്തില്ലേ എന്നുള്ളൊരിത്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു ഇയറിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പെറ്റ്സ്. ഓൾറെഡി ഐ ഡു ഹാവ് എ പെറ്റ്. ഒരു ഡോഗുണ്ട്. ഇറ്റ്സ് നൈസ് റാംബോ. പക്ഷെ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് കുറച്ചല്ല 3 പേരെ കിട്ടിയായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഫസ്റ്റ് എനിക്ക് ഫിഷ് വേണമെന്നാണ്. അതിന് ശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നിനെ എടുക്കാനാണ് വിചാരം. പക്ഷെ ഫസ്റ്റ് തന്നെ എനിക്ക് റാബിറ്റാണ് കിട്ടിയത്. ഞാൻ ആഗ്രഹിച്ച സാധനം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടി. 3 പേരാണുള്ളത്. 3 റാബിറ്റ്സ് ഉണ്ട് ഇപ്പോൾ. പിന്നെ ഡോഗുണ്ട്. പിന്നെ പൂച്ചകളുടെ കാര്യം പറയുകയാണെങ്കിൽ മുകളിലത്തെ വീട്ടിലെ പൂച്ചയും ഈ നാട്ടിലെ ഒരു പൂച്ചയും നല്ല സുഖമാണ്. നടന്നു പോകുമ്പോൾ കാലിൻ്റെ ഇടയിൽ കയറുക, മീൻ ഇറക്കുമ്പോൾ ഓടി കയറി വരിക, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടന്ന് അലറുക. അങ്ങനത്തെ ചെറിയ നല്ല പരിപാടികൾ മാത്രം കളിക്കുന്ന പൂച്ച. ഇവിടുത്തെ വീട്ടിൽ പൂച്ചകൾ കയറി വന്നതിന് ശേഷം പൂച്ചയെ ഞാൻ പുറത്തുപോയി. നല്ല
കുഴപ്പമില്ല. ഞാൻ എടുക്കുകയൊക്കെ ചെയ്യും, എടുക്കും, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ. പക്ഷെ ചില സമയം പൂച്ചകൾ ചില വേലകൾ കാണിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് തിങ് ഈസ് ഓർഗനൈസ്. അപ്പം വിഷൻ ബോർഡിനെക്കാട്ടി കൂടുതൽ സാധനങ്ങൾ വന്നു. അപ്പം പറക്കി എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഫസ്റ്റ് നല്ല പോസിറ്റീവായിട്ടുള്ളത് എടുക്കണ്ടേ. എല്ലാം പോസിറ്റീവ് തന്നെ, നെഗറ്റീവായിട്ടൊന്നും എടുത്തില്ല. ഒന്ന് എടുത്തപ്പോഴത്തേക്ക് അത് ഓക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വിഷൻ ബോർഡ്സ് കണ്ടപ്പോഴും എനിക്കൊരു വിഷൻ ബോർഡ് വേണം എന്നുള്ള ഇത്. ഞാനൊരു സംഭവം ഫസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് മിസ്സിങ്. ഞാനൊന്ന് തപ്പട്ടെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇട്ടത് എന്താണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ടു എ സക്സസ്ഫുൾ ഇയർ ഹെഡ്. ഇത് നമുക്ക് എവിടെ ഒട്ടിക്കാം? സെൻറ്ററിൽ. ഓക്കെ. എനിക്ക് പശയെന്ന് ട്യൂബിൽ ചെയ്യണമെന്ന് ഇഷ്ടമില്ല, അത് നടക്കണ കാര്യമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഐ വാണ്ട് അനദർ എന്തെങ്കിലും സാധനം ലൈക്ക് കിട്ടി നോക്കി ഉടനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ. ഓക്കെ. ഫസ്റ്റ് ഓക്കെ. നെക്സ്റ്റ് ഈസ് ഓൾസോ എ കോട്ട്. ഞാനൊരു 2025 എന്ന് പറഞ്ഞിട്ടൊരു സാധനം അടിച്ചു. ശുഭം വെച്ചത് തിരിഞ്ഞു. നമുക്ക് ചെയ്യണതിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്തു പോകുമ്പോൾ അങ്ങനെയൊക്കെ വരുമല്ലോ. തിരിച്ചു. ടു മേക്ക് മണി പൈസ ഉണ്ടാക്കണം. അതാണ് 2025 എല്ലാവരുടെയും പൈസ ഇല്ലാതാക്കാൻ നടക്കില്ല. 2024 വാസ് എൻ എക്സ്പെരിമെൻ്റൽ ഇയർ ഫോർ മീ. ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു ഇൻ ലൈഫ്. അത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ലൈക്ക് പീപ്പിൾ, ആളുകളെക്കുറിച്ച്, ലൈഫിനെ കുറിച്ച്. അപ്പം കുറേ കാര്യങ്ങൾ പഠിച്ചപ്പം ഹൗ ടു ലീവ് എന്നുള്ളത് ഒന്നും നമ്മുടെ കയ്യിലല്ല, പക്ഷെ ഹൗ ടു ലീവ് ഇൻ എ പീസ്ഫുൾ വേ. കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ജീവിക്കണം എന്നുള്ളൊരിത് ഉണ്ട്. കുറച്ചല്ല കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് ജീവിക്കണം. നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമ്മളത് വാങ്ങണം. നമുക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിക്കണം. അങ്ങനത്തേക്ക് സംഭവങ്ങളാണ്. തികയൂലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ വിഷൻ ബോർഡുകൾ മാത്രം എനിക്ക് എല്ലാവരുടെയും വിഷൻ ബോർഡിൽ ഇപ്പോൾ ഉള്ള മെയിനായിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം. ഹെലി പേപ്പർ ആവണമെന്നല്ല, ഹെലി പേപ്പറിൻ്റെ അതേ സ്കിന്ന് വേണമെന്നാണ് എവരിവൺ തിങ്കിങ്. എനിക്ക് ഉണ്ട്, ആഗ്നെ മാർക്കുണ്ട്. പക്ഷെ ഞാൻ നല്ലപോലെ സ്കിൻ കെയറൊക്കെ ചെയ്യും. നൈറ്റ് സ്കിൻ കെയർ ചെയ്യൂല. എനിക്ക് ഉറങ്ങുമ്പോൾ മുഖത്തൊന്നും ഇടുന്ന എനിക്ക് പറ്റൂല. എന്ത് ലൈറ്റായിട്ട് ഇട്ടാലും എനിക്കത് ഭയങ്കര ഒരു വെയിറ്റ് പോലെ തോന്നിക്കും. സോ നൈറ്റ് സ്കിൻ കെയർ ഈസ് സംതിങ് ഐ ലവ് ടു ഡു ബട്ട് ഐ കാൺട്. ഇത് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് ഞാൻ പോയിട്ട് കഴുകി കിടക്കും. പിന്നെ വെറുതെ മോയ്സ്ചറൈസറൊക്കെ ഇടുന്നതിനാണ്. അല്ല, ഇതാണ് നോക്കിക്കരുത് കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പം ഞാൻ ഇതിൽ എൻ്റെ റാബിറ്റ്സിനെ ഞാൻ ഇതിൽ വയ്ക്കുന്നുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ച സാധനങ്ങൾ എനിക്ക് കിട്ടി. ഭയങ്കര ഇതാണ് ജനുവരി. പക്ഷെ ഭയങ്കര വലിയൊരു മാസമായിരുന്നു.
തീരുന്നില്ല. ഇന്ന് 29, ഇനി 2 ദിവസം കഴിഞ്ഞാൽ തീരുള്ളൂ. പിന്നെ നമ്മൾ ഈ ഇയറിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും 1% വെച്ച് നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ബെറ്റർ ആയവരും കാണും, പക്ഷേ ഇവൻ തോ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ബി കൈൻഡ്, ഇത് വളരെ ഒരു നല്ല കാര്യമാണ്. പിന്നെ ബി കൈൻഡ് എന്ന് പറഞ്ഞിട്ട് പിച്ചക്കാരെ കാണുമ്പോഴൊക്കെ ഞാനും പൈസയൊന്നും കൊടുക്കാറില്ല, ഇല്ലാത്തതുകൊണ്ട്. ഉള്ളപ്പോൾ ഞാൻ കൊടുക്കും. കോളേജ് ഇതിങ്ങനെ ഒട്ടിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഒരു പിന്നിൻട്രസ്റ്റ് കണ്ട കണക്കിരിക്കുന്നു. പൊളി. ഓക്കെ, ഫൈനലി 10:45 ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്തു. ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഈ റൂം റെഡിയാക്കാനായിട്ട് ഞാൻ കുറേ കട്ടിലെല്ലാം മാറിയിട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം റെഡിയാക്കണം. ഓക്കെ, ഇതിൽ കുറേ കാര്യമൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെയ്ത, അതായത് ഞാൻ നവംബർ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കുറച്ച് രീതികളൊക്കെ മാറ്റി. പ്രത്യേകിച്ച് ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൻ്റെ ഒരിത് അത് ഞാൻ പക്കായിട്ട് മാറ്റി. 6:30 എണീറ്റിരിക്കും. യെസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഐ ലൈക്ക് ടു പോസ്റ്റ് എവറിത്തിങ് അറൗണ്ട് മൈ, എന്താണ്, എൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. എനിക്കും ഇഷ്ടപ്പെടാത്ത വീഡിയോ ഒന്നും ഞാൻ ലൈക്കും ഷെയറും അതും ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇറ്റ്സ് എ ഹാപ്പിനെസ്. എന്തെങ്കിലും ഞാൻ ഇങ്ങനെ വയസ്സായി, ഞാൻ ഒരു 50 വയസ്സിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും, കട്ടിലിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തെടുത്തിട്ട് നോക്കാമല്ലോ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, വെൻ ഐ വാസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണാമല്ലോ. ഓക്കെ, ഇറ്റ് വാസ്, എന്താണെന്ന് പറയാൻ, നന്നായിരിക്കും. ആ ഒരു ടൈമിൽ വളരെ നന്നായിരിക്കും. ഓക്കെ ഗായ്സ്, ബൈ 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 ബൈ. നാളെ എനിക്ക് ജോലിക്ക് പോകണം. നാളെ രാവിലെ എണീക്കാനുള്ളതാണ്. അപ്പോൾ ഫുഡ് പോലും കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ബൈ ബൈ.